പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന വീട് പണി പൂർത്തീകരിച്ച് താമസിക്കാന്ന് കരുതിയിട്ടാ നസീമയും മോനും ഭർത്താവൊക്കെ ആ ഫ്ലൈറ്റിൽ കയറിയത്. പക്ഷേ ജാബിറെ, വിധി ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ പരിക്കുകളോട് കൂടിയിട്ടാ നസീമി മോന് രക്ഷപ്പെട്ടത്. കത്തിക്കരിഞ്ഞ കരിക്കട്ടയായിട്ടാ നസീമക്ക് അവളെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയത്. അതോടെ അവളുടെ മാനസിക നില ആകെ തെറ്റി. താളം തെറ്റിയെന്ന് മാത്രമല്ല, ശരിക്കും വേണ്ട. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. ആ സമയത്ത് തന്നെയാ എൻ്റെ ഭാര്യ ആയിഷ മെൻ്റൽ ഡിപ്രഷനായിട്ട് അഡ്മിറ്റായത്. 2 ദിവസമോളം അഡ്മിറ്റ് ചെയ്യുന്നു. നസീമാൻ്റെ തൊട്ടിപ്പുറത്താ ഞങ്ങൾ കിടന്നിരുന്നത്. ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അബു അവിടെ വരാറുണ്ടായിരുന്നു. ആ സമയത്ത് നസീമക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അത് അബുവിനെ കണ്ടിട്ടാന്നാ പിന്നെ എനിക്ക് മനസ്സിലായത്. അതിനൊരു കാരണമുണ്ട്. രൂപത്തിലും ഭാവത്തിലുമൊക്കെ അബുവിൻ്റെ സാദൃശ്യമുണ്ട് ഓളെ ഭർത്താവിന്. ആയിഷ ഓളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നസീമാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അബുവിൻ്റെ സാമീപ്യം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി.